എന്റെ കരുമാരിയമ്മേ, ഇവക്ക് വയറ്റിലുണ്ടോ? എടാ എന്ത്രവനെ, കൊച്ചു നിന്റെ തന്നെയാണോടാ? അതോ വല്ലവന്റെയും കൂടെ പോയി പള്ള വീർപ്പിച്ച് നിന്റെ തലേ തൂങ്ങിയതാണോ? ആയിരിക്കും. അല്ലേ ഇത്രയും ഭംഗിയുള്ള പെണ്ണ് നിന്റെ കൂടെ ഇറങ്ങി വരുമോ? ഞാനിനി എന്ത് ചെയ്യും എന്റെ ദേവി? അമ്മ വെറുതെ സംശയിക്കാതെ. നമ്മുടെ ഭക്ഷണം പിടിക്കാത്തതുകൊണ്ടാ അവ കോക്കാനും വന്നത്. അയ്യടാ, എന്നാലേ എന്റെ മോൻ പോയി ആ വലിയ ഹോട്ടലിൽ നിന്ന് ബിരിയാണിയും കോഴിയിറച്ചിയും വാങ്ങിക്കൊണ്ടു പാടാ. അമ്മേ, ബിനി ഇത് നമ്മളെപ്പോലെയല്ല. അവളൊരു നല്ല വീട്ടിൽ ജനിച്ചു വളർന്നവളാ. ദേവി ഇത് അമ്മ ഇങ്ങനത്തെ വൃത്തികെട്ട ഭാഷ അവളോട് പറയരുത്. ഈ ഭാഷ കേട്ടല്ലടാ നീ വളർന്നത്. ഇപ്പം നിനക്ക് എന്റേതായിട്ടുള്ളതെല്ലാം വൃത്തികെട്ടതായി. എന്റെ വീട്ടിൽ താമസിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് എല്ലാം ഇവള് കേൾക്കണം. എടി സത്യം പറയടി, നിനക്ക് വയറ്റിലുണ്ടോ? ഞാൻ അത്രക്കാരല്ല. ജീവിതത്തിൽ ഞാൻ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ. എന്റെ ഭാഗ്യദോഷം അത് നിങ്ങളുടെ മോനായിപ്പോയി. അമ്മ വഴക്ക് പറയും. അതൊന്നും കാര്യമാക്കരുത് വിനിതേ. അമ്മ പറയുന്നതിനൊക്കെ നീ കരയാനിരുന്ന പിന്നെ ചിരിക്കാൻ സമയം കാണത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങോട്ട് നോക്കിക്കേ. എന്താ ഇതൊന്നും വേണ്ടായിരുന്നു തോന്നുന്നുണ്ടോ? ഈ പാവം പിടിച്ചവരുടെ കോളനിയിൽ താമസിക്കുന്ന ഓട്ടോക്കാരനെ പ്രേമിച്ചത് മണ്ടത്തരമായെന്ന് തോന്നുന്നുണ്ടോ? മണ്ടത്തരമായില്ലെന്ന് നീ ഒരിക്കൽ മനസ്സിലാക്കും. എനിക്കത് ഉറപ്പുണ്ട്. അതല്ല മുരളിയേട്ട, അമ്മയുടെ പെരുമാറ്റം അതെനിക്ക് സഹിക്കാൻ വയ്യ. 10 പവനും 50,000 രൂപയും പോയെന്ന സങ്കടം എപ്പോഴും. നീ ഇവിടെ വന്നിരിക്കും. അമ്മ ഒരു പാവമാണ് വിനിതേ. ജീവിതം മുഴുവൻ ഈ കോളനിയിൽ നിന്നറിയിച്ചു. പഠിക്കാൻ പറ്റിയില്ല. അച്ഛനാണേ ഞാൻ കൈക്കുഞ്ഞായിരുന്ന പിട്ടിട്ട് പോയി വേറെ കല്യാണം കഴിച്ചു. അന്നത്തെ പ്രായത്തിൽ അമ്മയ്ക്ക് വേണേൽ എന്നെ ഇട്ടിട്ട് വേറെ ആരുടെങ്കിലും കൂടെ പോകാമായിരുന്നു. പോയില്ല. കഷ്ടപ്പെട്ട് എന്നെ വളർത്തി. അന്ന് ഈ വീടിന് ഇത്ര പോലും വലിപ്പമില്ലായിരുന്നു. കോഴിക്കോട് പോലൊരു വീട്. അമ്മ എന്നെ ചിറകിനടിയിൽ വെച്ചാണ് വളർത്തിയത്. ഞങ്ങൾ ഉണ്ണാത്ത ദിവസമുണ്ട്, മാറി ഉടുക്കാനില്ലാതെ കുളിക്കാത്ത ദിവസമുണ്ട്, യൂണിഫോം ഇല്ലാതെ ഞാൻ സ്കൂളിൽ പോകാത്ത ദിവസമുണ്ട്. അമ്മയെ നീ വിഷമിപ്പിക്കരുത്. എന്തു പറഞ്ഞാലും ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ വിട്ടേക്കണം. അല്ലാതെ മറുപടി പറയാൻ പോയേക്കരുത്. കേട്ടതൊന്നും മനസ്സിൽ വെക്കുകയും ചെയ്യരുത്. ഈ മുറിയിൽ നീ വരുമ്പോൾ അതൊന്നും മനസ്സിൽ കാണരുത്. കണ്ണുകൾ നിറയെ വരുത്. എന്നാലും ഞാൻ എല്ലാം ഇട്ടിട്ട് ഓടി വന്നപ്പോ ഇതൊന്നും കണ്ട് മനസ്സ് തളരണ്ട. ഈ മുരളി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിന്നെ ഞാൻ രാജകുമാരിയെ വാഴിക്കും. അത് ഞാൻ നെഞ്ചത്ത് കൈവച്ച് പറയുന്നതാ. എനിക്ക് രാജകുമാരിയൊന്നും ആവണ്ട. ഒരു സാധാരണ സ്ത്രീയായിട്ട് ജീവിച്ചാ മതി. പക്ഷെ എന്നെ എന്ന് സ്നേഹിക്കണം. അത് ഉറപ്പാ. ഇപ്പൊ തന്നെ നാളെ എങ്ങനെ അരി വാങ്ങിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിന്നെ നാളെ എങ്ങനെ സ്നേഹിക്കുമെന്ന് നല്ല ഉറപ്പാ. ഓടുന്നു വലിയൊരു തമാശ. എന്റെ ചങ്ക എരിയുന്നു. അമ്മയും അമ്മമ്മയും ചേച്ചിമാരും. ഞാൻ കാരണം അവർക്കിനി നാട്ടുകാരുടെ മുമ്പ് തല ഉയർത്തി നടക്കാൻ പറ്റില്ല. ഏറ്റവും സങ്കടം കൊച്ചേട്ടന്റെ കാര്യം ഓർക്കുമ്പോഴാ. പാവം എന്നെ ഒരുപാട് സ്നേഹിച്ചു. അവസാനം വഞ്ചിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോ നീ അതൊക്കെ മറക്കണം. ഇനി നമ്മുടെ ജീവിതം നീയും ഞാനും നമ്മുടെ ജനിക്കാൻ പോകുന്ന മക്കളും. മക്കളുണ്ടാവുമ്പോഴേ ഞാൻ ഈ ചെയ്ത കുരുത്തക്കേട് മുരളിയേട്ടൻ തിരിച്ചറിയൂ. മണ്ടിപ്പെണ്ണെ, ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണോ ആദ്യരാത്രിയിൽ നീ കടന്നു വന്നത്? അച്ചിരിക്കൂ. അങ്ങനെയല്ല, ഇങ്ങനെ. നിന്നെ ചിരിപ്പിക്കാൻ പെടുന്ന പാട്. എന്റെ നിന്നോടാരാ വാതിലടയ്ക്കാൻ പറഞ്ഞത്? രണ്ടുപേരും ഒരുമിച്ച് ഉറങ്ങുന്നത് ഞാൻ പറഞ്ഞിട്ട് മതി. ആദ്യം ഇവള് ഗർഭിണിയാണോന്ന് അറിയട്ടെ.
വാടി എന്റെ കൂടെ തറയെ കിടക്കാം. അമ്മേ, കേടന്നുറങ്ങടാ. 7-ാം മാസത്തിലോ 8-ാം മാസത്തിലോ ഇവളൊരു കൊച്ചിനെ പെറ്റ നീ എന്ത് ചെയ്യും? ഓ, നീ അതും സമ്മതിച്ചെന്നിരിക്കും. മാത്ഗുണൻ. ഞാൻ പുറത്താവും. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആ നല്ല ദിവസം വരട്ടെ. ഇവളെ വീട് ഏൽപ്പിച്ച് ഞാൻ പുറത്തു പോയിക്കോളാം. അത് ഇന്ന് വേണ്ട. നടക്കടി. ആ നടക്ക്. ആ ശ്ശോ. ഓ, അമ്മേ ദേവി. എന്താടി കിടക്ക്. ലൈറ്റ് അണക്കടാ. മദ്യം വിഷമാകുന്നു. മദ്യപാനം ശരീരത്തിന് ഹാനികരമാണ്. മദ്യം വിഷമാകുന്നു. മദ്യപാനം ശരീരത്തിന് ഹാനികരമാണ്. അത് പല രോഗങ്ങൾക്കും ഇടയാക്കുന്നു. സമൂഹത്തിന്റെ നന്മ ആഗ്രഹിക്കുന്നവർ മദ്യപിക്കാൻ പാടില്ല. എൻ്റെ അനിയൻ്റെ ഭാര്യയ്ക്ക് ആൺമക്കളെയും അവരുടെ ഭാര്യമാരെയും കാണുന്നത് പോലും ചതുർത്തിയ. മകളോട് സ്നേഹം വേണം. അതിന് ആൺമക്കളെ ശത്രുക്കളാക്കണോ? മോനെ വലിയോട്ടാ, പ്രവീണ, നീ കഴിക്കുന്നതിൽ ഒരു ലേശം ഈ വല്യച്ഛനും കൂടെ താ. എനിക്കൊരു നല്ല കാലം ഉണ്ടായിരുന്നു. ആ കേട്ടിട്ടുണ്ട്, എല്ലാം കുടിച്ച് നശിപ്പിച്ചതാണെന്ന്. അത് ശുദ്ധ അസംബന്ധം. ഒരു ഭദ്രകാളി ഭാര്യയായി വന്ന ഏത് ഭർത്താവും മദ്യപിച്ചു. ആ, എന്നെ നശിപ്പിച്ചത് എന്റെ ഭാര്യ മോളെ. നന്ദി കേട്ടോ 4 മക്കളും. അപ്പൊ എന്റെ ഭാര്യയും ഒരു ഭദ്രകാളിയാണെന്നാണോ വലിച്ചൻ പറയുന്നത്? അരണ കുഞ്ഞ് ദേവതയല്ലേ, ദേവത. 8 ലക്ഷ്മിമാരും ഒരുമിച്ച് ഒരാളായാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഇവൾ. നിന്റെ അനിയനും ഉണ്ടല്ലോ ഒരു ഭാര്യ, പുസ്തകത്തിന്റെ പോക്കറ്റ് എഡിഷൻ പോലൊരു സാധനം. മൂദേവി. മോനെ, നീ പുറത്തു പോകുന്നുണ്ടോ? എന്താ വിളിച്ച? എനിക്ക് ഒരു 1000 റുപ്പീസ് വേണം. നാളെ ടെലിഫോൺ ബില്ല് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റാ. വലിയച്ഛൻ എന്തിനാ ടെലിഫോൺ? അതങ്ങ് ഡിസ്കണക്ട് ചെയ്യേ. ഭാര്യയും മക്കളും നാറികളാണെങ്കിലും വല്ലപ്പോഴും ഒരിക്കലെങ്കിലും അവരുമായിട്ടൊന്ന് സംസാരിക്കണ്ടേ? കുറച്ചുകൂടെ ഒഴിക്കട്ടെ. നമ്മുടെ രാഷ്ട്രപിതാവായ ബാപ്പുജി മദ്യപാനത്തിനെതിരായി ധാരാളം പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവായ വലിച്ച ഇതും വലിയച്ഛനെടുത്തോ. 500 രൂപയുണ്ട്. ഇത് ഞാൻ തന്ന കാര്യം ചേട്ടൻ അറിയണ്ട. പിന്നെ വലിച്ച, നമ്മുടെ കൊച്ചൂട്ടന് അന്യ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്നും അതും പറഞ്ഞു കൊച്ചൂട്ടനും യമുനയും തമ്മിൽ സദാ നേരവും വഴക്കാണെന്നും ഒരു ശ്രുതി കേട്ടു. വലിയച്ഛൻ ഇനി അവിടെ പോകുമ്പോ ഒന്ന് ശ്രദ്ധിച്ച് വിവരം ഇവിടെ വന്ന് പറയണം. നീ കേട്ടത് മുഴുവൻ സത്യമാ. ആണോ? സ്ത്രീ വിഷയത്തിൽ കൊച്ചുകുട്ടൻ മഹാപഴയ. അവന്റെ ചിട്ടിക്കമ്പനിയിലെ പൈസ മുഴുവൻ കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെ അടിച്ചോണ്ട് പോവുക. എന്റെ ഈശ്വരാ, കേട്ടതെല്ലാം സത്യമാണോ? പിന്നെ അങ്ങനെയാണെങ്കി ചിട്ടിക്കമ്പനി പൊട്ടുമല്ലേ? പൊട്ടും. തൃശൂർ പൂരത്തിന് അമുട്ട് പൊട്ടുന്ന പോലെ 8 തൊലയിൽ പൊട്ടും. നീ കണ്ടോ? ഈയിടെയായി ഞാൻ അങ്ങോട്ട് പോവാറില്ല മോളെ. നാക്കെടുത്ത ആ അരണയ്ക്ക് നിന്നെ ശകാരിക്കാനേ ഉള്ളു നേരം. നിന്നെ പറ്റിച്ച് നിന്റെ ഭർത്താവ് പരസ്ത്രീകളെ പ്രാപിക്കാറുണ്ടെന്നും കിട്ടുന്ന പൈസ മുഴുവൻ കൊച്ചുകുട്ടൻ പെണ്ണുങ്ങൾക്ക് കൊടുക്കുവാണെന്നാ പറച്ചില്. നിന്നെയും കൊച്ചുകുട്ടനെയും അരണ കുറ്റപ്പെടുത്തുന്നത് ഞാൻ കേട്ടു നിൽക്കൂ. ഞാനിങ്ങി പോന്നു. ആ, പിന്നെ
ഏതെങ്കിലും ചേട്ടൻ സ്വന്തം അനിയിൽ നിന്ന് പകുതി മേടിക്കോ? ആഫീസ് നടത്താൻ സ്ഥലം തന്നതിന് 10-12 ലക്ഷം വാങ്ങിയെന്നാണല്ലോ കേട്ട് കേൾവി. കേട്ടുകേൾവിയല്ല, ആ. സത്യം തന്നെ. ആ അതുകൊണ്ട് ഇപ്പൊ ചേട്ടനും ഇനിയും തമ്മില് മനസ്സുകൊണ്ട് അത്ര സുഖത്തിലല്ല. വല്യച്ഛനെപ്പോഴാ വന്നത്? ദാ ഞാൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഉം. ആ ഞാൻ ഇന്നലെ വലിയ കുട്ടിനെ ആരുടെയും കാണാൻ പോയിരുന്നു. എന്നിട്ട് ഞാൻ അക്കാര്യം യമന മോളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ നിന്നെക്കുറിച്ച് ആ അരണ എന്തൊക്കെയാ പറഞ്ഞതെന്നറിയോ? നമ്മുടെ ചുറ്റിക്കളിയുടെ കഥ എല്ലാ ബന്ധുവീടുകളിലും എത്തിക്കഴിഞ്ഞു. ഇപ്പൊ മനസ്സിലായില്ലേ? വല്യച്ഛന് രൂപം വല്ലതും വേണമെങ്കിൽ നേരിട്ടങ്ങ് പറഞ്ഞാൽ മതി. വെറുതെ കൂട്ടിപ്പിടിപ്പിക്കാൻ നിൽക്കണ്ട. വല്യച്ഛൻ വന്ന് വല്ലതും കൊളുത്തി കൊടുത്തിട്ട് പോവും. പിന്നെ എനിക്ക് ഉറക്കമില്ലാതാവുന്നത്. ആ നീ സ്ത്രീ വിഷയത്തിൽ ധാരാളം പണം വാരി എറിയുന്നുണ്ടെന്നാണല്ലോ വലിയൂട്ടം പറയുന്നത്. അങ്ങേരാ കള്ളു കുടിച്ച് പൈസയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വബോധമുള്ള സമയമുണ്ടോ? അത് രാവിലെ തുടങ്ങും. ആ സത്യം. ഞാൻ അവിടെ ചെന്നപ്പോഴും കുടി തന്നെ. കള്ളല്ല, കൂടി തന്നെ വിസ്കി. ഒരു ഗ്ലാസ് ഒഴിച്ച് നിറയെ എന്റെ നേർക്ക് നീട്ടി. എനിക്കെന്റെ പെരുവിരളിൽ നിന്ന് പെരുത്ത് കയറി. അവന് നിന്നെ കണ്ട് പഠിച്ചൂടെ? ചായ. ചായ മാത്രമേ ഉള്ളൂ മോളെ, കടിക്കാനൊന്നുമില്ലേ? നേരം വെളുത്തില്ല, അതിനു മുമ്പ് ഒരുക്കം തുടങ്ങിയോ? ദേ നീ ഇട്ടിരിക്കണ ഈ കുന്ത് ഊരിട്ടിട്ടേ രാത്രിയിൽ ഇട്ടാ നൈറ്റി എടുത്തിട്ട്, എന്നിട്ട് ആ മുറ്റം ഒന്ന് തൂത്ത് വൃത്തിയാക്ക്. എനിക്ക് കമ്പ്യൂട്ടർ ക്ലാസ് ഉണ്ട്. 1 മാസം കൂടെ കഴിഞ്ഞാൽ കോഴ്സ് തീരും. അതിന്റെ ഫീസ് എല്ലാം കൊടുത്തു കഴിഞ്ഞോ? ഇനി ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് 2000 രൂപ കൂടെ കൊടുത്താൽ മതി. അത്രയും മതിയോ? വെറും 2000 രൂപ. നടക്കും നിന്ന് കുടുങ്ങാതെ മുറ്റം തൂത്ത് വരടി. എടി നിന്നോടാ പറഞ്ഞത് ഈ ചുരിദാർ ഊരിട്ടിട്ട് നൈറ്റി എടുത്തിടാൻ. എനിക്ക് ക്ലാസ്സിൽ പോയേ പറ്റൂ. കഷ്ടപ്പെട്ട് പഠിച്ചതാ, എനിക്കത് പൂർത്തിയാക്കണം. നീ ഇത് ഊരിടുന്നില്ലെങ്കിൽ ഞാനിത് വലിച്ചു കയറി പറഞ്ഞേക്കാം. ഊരടി എന്താ ഇങ്ങോട്ട്. വിനീത അതിരാവിലെ? എന്നോടാണ് ചോദിക്കുന്നത്? അമ്മയോട് ചോദിക്ക്. വന്ന് കേറിയപ്പോ തുടങ്ങിയതാ. ക്ഷമിക്കുന്നവനുണ്ട് അതിലൊക്കെ. എനിക്ക് കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോയേ മതിയാവൂ. ഇനി 1 മാസം കൂടി കഴിഞ്ഞാൽ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. ആകെയുള്ള ഫീസിൽ 8000 കൊടുത്തതാ. ഇനി 2000 ബാക്കിയുള്ളൂ. തുടർന്ന് പഠിപ്പിക്കാന്ന് മുരളിച്ചേടി എനിക്ക് വാക്ക് തന്നല്ലേ. വിനീത 2-3 ദിവസത്തേക്കൊന്ന് ക്ഷമിക്ക്. ഞാൻ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാം. ഈ ജന്മ ഈ സ്ത്രീ ഒന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല. എനിക്ക് ചതി പറ്റി, എന്റെ വിധി. നീ എന്താ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാവത്തില്ലെന്നോ? എടി അഹങ്കാരി, നീ പറഞ്ഞ അനുസരിക്കത്തില്ല അല്ലേ? എന്റെ വീട്ടിൽ വിളിക്കാതെ വന്ന് കേറിയിട്ട് എന്നെ ധിക്കരിക്കുന്നു. വിളിച്ചിട്ട് തന്നെ ഞാൻ വന്നത്. വിളിക്കുക മാത്രമല്ല, എന്റെ പിന്നാലെ നടന്ന് നിങ്ങളുടെ മോൻ എന്റെ കാല് പിടിച്ചു. ഞാൻ വേറെ കല്യാണം കഴിച്ച തൂങ്ങിച്ചാവെന്ന് പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തി. എന്നിട്ടിപ്പോ അമ്മയുടെ ചൂല് കണ്ട് പേടിച്ച് മണ്ടനെ പോലെ നിൽക്കുന്നുണ്ടില്ലേ? നാട്ടിലില്ലാത്ത കോന്തൻ. എന്റെ മോനെ നീ കോന്തെന്ന് വിളിച്ചൂല്ലേ? എന്നിട്ട് നീ എന്റെ വീട്ടിൽ താമസിക്കുന്നു. എങ്കിലെനിക്കതൊന്ന് കാണണം. വേഷമാരി ചൂലെടുത്ത് മുറ്റം തൂക്കടി. അവള് പാറ പോലെ നിൽക്കണം. അമ്മേ, വിനീതേ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. അയ്യോ അയ്യോ എടി നിന്നെ ഞാൻ. അമ്മേ, എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കോ. വിനീത ഒന്നും ചെയ്യല്ലേ അമ്മേ. അമ്മേ തല്ലല്ലേ അമ്മേ. എന്നോട് ക്ഷമിക്കോ വിനീതേ. അമ്മ ഇത്രയും മോശമായി പെരുമാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്നോടൊന്നും പറയണ്ട. എന്റെ മുമ്പിൽ നിന്ന് പോകുന്നുണ്ടോ? എനിക്ക് മതിയായി. 1 ദിവസം കൊണ്ട് തന്നെ എനിക്കെല്ലാം മതിയായി. ലക്ഷം വീട് കോളനിക്കടുത്ത് ഒരു കൊച്ചു വീട്.
കുടിലിനേക്കാൾ ലേശം ഭേദമെന്ന് പറയാം. ചെറിയ 4 മുറികൾ, 1 അടുക്കളയായിട്ട് ഉപയോഗിക്കുന്നു, 2 കൊച്ചു ബെഡ്റൂം. പിന്നെ വൃത്തിയേട്ട ഒരു തള്ള. വൃത്തിയേട്ട എന്ന് ഞാൻ പറഞ്ഞത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തന്നെയാണ്. അയൽ വീട്ടുകാരാണ് അക്കാര്യം എന്നോട് പറഞ്ഞത്. ആ സ്ത്രീ ആഴ്ചയിൽ 1 ദിവസം മാത്രമേ തല നനയ്ക്കൂ. എന്റെ ഹനുമാൻ സ്വാമി, ദിവസവും 2 നേരം കുളിക്കുന്ന എന്റെ കൊച്ച് ആ വൃത്തികെട്ട തള്ളയുടെ കൂടെ എങ്ങനെ ജീവിക്കും? അവള് തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ലേ, എങ്ങനെ ജീവിച്ചാ നമുക്കെന്താ? ആങ്ങളെന്നും പറഞ്ഞ് നടക്കുന്ന ഒരു മരങ്ങോടനുണ്ടല്ലോ ഇവിടെ. ആ വീട്ടിലോട്ട് ചെന്ന് ഒരൊറ്റ വെട്ടിന് അവളെ കൊല്ലാൻ ഇവന് കഴിവില്ലാതെ പോയല്ലോ. എന്നിട്ട് അവൻ ജയിലിൽ പോണം. പിന്നെ ഇവിടെ എല്ലാവർക്കും സുഖം. നീ ഞാനും പിന്നെ വായു ഭക്ഷിച്ച് ജീവിക്കുമോ? അതോ നീ മരുമകന്റെ കൂടെ അങ്ങ് ഗൾഫിലേക്ക് പോവോ? അപ്പുക്കുട്ടൻ ചേട്ടൻ സംസാരിക്കട്ടെ, നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് കയറി വഴക്കിടാതെ. ആട്ടെ, ആ തള്ളയുടെ സ്വഭാവം എങ്ങനെയാ? മര്യാദക്കാരിയാണോ? നാരായണി എന്നാ അവരുടെ പേര്. പതുക്കെ സംസാരിക്കാൻ ആ സ്ത്രീക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് നാട്ടുകാർ അവർക്കൊരു ഇരട്ടപ്പേരിട്ടിട്ടുണ്ട്, ലൗഡ് സ്പീക്കർ നാരായണി. ചന്തയിൽ ഉണക്കമീൻ വിൽപ്പന ജോലി. മീനോ? ഓ, മുട്ട പോലും തൊടാത്തോളാ വിനീത. ഈ വീട്ടിൽ അവള് മാത്രമാ മീനും ഇറച്ചും കഴിക്കാത്തത്. അനുഭവിക്കട്ടെ, കണ്ടാലറിയാത്തൊരു കൊണ്ടാലറിയും. അതെന്തെങ്കിലും ആവട്ടെ. ആ സ്ത്രീക്ക് വിനീതയെ കാര്യമാണോ? അവക്ക് അവളോട് സ്നേഹമുണ്ടോ? എനിക്കതാണ് അറിയേണ്ടത്. അത് ഞാൻ അന്വേഷിച്ചു. ഉച്ചത്തിൽ എപ്പോഴും അലറി വിളിക്കുന്ന ആ സ്ത്രീയുടെ മുന്നിൽ ഒരു പൂച്ച കുട്ടിയെ പോലെ ഒതുങ്ങി കഴിയാണ് വിനീത. കല്യാണം കഴിഞ്ഞ് ആ വീട്ടിൽ ചെന്ന് കയറിയത് പിന്നെ വിനീതയെ കണ്ണീരും കയ്യുമായി അല്ലാതെ കണ്ടിട്ടില്ല എന്നാണ് അയലത്തെ സ്ത്രീകൾ പറയുന്നത്. ഇന്ന് രാത്രി തന്നെ ആ വീട്ടിൽ ചെന്ന് വിനീതയെ പിടിച്ച് പുറത്തിറക്കി ആ വീടിനങ്ങ് തീ വെച്ചാലോ ഞാൻ ആലോചിക്കുന്നു. എന്ത് പറഞ്ഞിയാ സുനിച്ചേട്ടാ, ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും പോണ്ട. സ്വന്തം ആങ്ങളക്കില്ലാത്ത ദണ്ണൊന്നും ചേച്ചിയുടെ ഭർത്താവിന് വേണ്ട. പുകഞ്ഞ കൊള്ളി പുറത്ത്. എന്നെ കാണാനും മോശമൊന്നും അല്ലല്ലോ. ഞാൻ വല്ലവരുടെ കൂടെ ഇറങ്ങിപ്പോയോ? അത് പിന്നെ നിന്നെ ദൈവം എനിക്ക് വേണ്ടി മാത്രമല്ലേ സൃഷ്ടിച്ചത്? പിന്നെങ്ങനാ വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്നത്? വാ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. നീ പറഞ്ഞതൊക്കെ നേരാണോടാ? അതെ, എല്ലാ നേരം ഞാൻ പറഞ്ഞില്ല. ആ കുളിക്കാത്ത സ്ത്രീ എനിക്കൊന്നുമേ തല്ലോ അമ്മൂമ്മേ. പെങ്ങന്മാരും അടിപിടി കൂടും കഥയാണ്, ആങ്ങളമാരും നാത്തുമാരും തമ്മിലടി.